ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ബ്രൈഡൽ ബ്ലൗസാണ് വർക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ ഇത്. ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു ബ്ലൗസ് വരുന്നത്. ഇതിൻ്റെ സ്ലീവ് പഫ് സ്ലീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം സ്ലീവാണ് വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ദാ ഇതുപോലെ ഗോൾഡൻ കളറിലുള്ള റെയിൻബോ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആരി വർക്ക് ചെയ്യുന്ന നീഡിലും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ദാ ഇതുപോലെ ഒരു 2 ലൈന് ഈ ഒരു കട്ട് ബീഡ്സ് കൊണ്ട് ഒന്ന് ആരി വർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആരി വർക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ നോർമൽ നീഡിലും ത്രെഡും ഉപയോഗിച്ചുകൊണ്ട് ബാക്ക് സ്റ്റിച്ചോ റണ്ണിങ് സ്റ്റിച്ചോ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ തന്നെ അത് ചെയ്തെടുത്താലും കറക്റ്റ് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. നമ്മൾ ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പ് കണക്കാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അടുത്തത് ഞാനിപ്പോൾ 2 ലെയർ ഞാൻ ഈ ഒരു കട്ട് ബീഡ്സ് കൊണ്ട് ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്തത് ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ. അതായത് ഒരു സ്മാൾ സൈസിലുള്ള ഗോൾഡൻ ബീഡും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള വൈറ്റ് പേൾ ബീഡുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചെയ്യാനായിട്ട് ഒരു ഷുഗർ ബീഡ് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ഗോൾഡൻ ബീഡ് ആഡ് ചെയ്തു. വീണ്ടും ഒരു ഷുഗർ ബീഡ് ആഡ് ചെയ്തു. അതിനുശേഷം വൈറ്റ് പേൾ ബീഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെയും ഷുഗർ ബീഡ് ആഡ് ചെയ്തു കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വർക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ആ ഒരു ലൈനും ഫുള്ള് നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് ദാ ഇതുപോലെ നമ്മുടെ ടേപ്പിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് മുകളിലോട്ട് ദാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതേപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡോട്ട് ഇങ്ങനെ ഇട്ട് പോകുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു അളവ് കിട്ടുമല്ലോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതല്ല കുറച്ചുകൂടി ഒരു ഇഞ്ചൊക്കെ ഇതേപോലെ വീതിയിൽ ഇടാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടിയ വർക്ക് കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഇനി നമുക്ക് ആ ഒരു ഡോട്ടിനെയൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു ഒറ്റ ലൈനാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലൈൻസ് മൊത്തം വരച്ചെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി ഈ ഒരു ലൈനിലാണ് ഇനി വർക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിലോട്ട് വരുന്നതൊക്കെ പിന്നെ ബാക്കി ഒരേ ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ 3 ഷുഗർ ബീഡും പിന്നെ ഒരു ഗോൾഡൻ ബീഡും വീണ്ടും ഒരു ഷുഗർ ബീഡും വെച്ചിട്ട് ഒരു ലൈന് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു ബുട്ടാസാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതായത് സെൻറ്റർ ഭാഗത്ത് ആ ഒരു ഗോൾഡൻ ബീഡ് വെച്ചിട്ട് അതിന് ചുറ്റും നമ്മൾ ഷുഗർ ബീഡ് കൊണ്ട് ഒരു ഔട്ട്ലൈന് കൊടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഫസ്റ്റ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ഒരു 3 ഷുഗർ ബീഡും ഒരു ഗോൾഡൻ ബീഡും പിന്നെ ഒരു ഷുഗർ ബീഡും വെച്ചിട്ട് വീണ്ടും ഒരു ഡിസൈൻ ചെയ്തെടുത്തു. അതിനുശേഷം ദാ ഇതുപോലെ അടുത്ത നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത ആ ഒരു ഫ്ലവർ ഡിസൈൻ തന്നെ വീണ്ടും ഇവിടെയും ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു രീതിയിൽ ഈ ഒരു ലൈന് മൊത്തം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഇതിൽ തന്നെ നമ്മൾ അടുത്തൊരു വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇനി ഈ ഒരു ഡിസൈനാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിന് നമ്മളിവിടെ ഓരോ ഫ്ലവർ ഡിസൈൻസും ചെയ്തെടുത്തിട്ടില്ലേ, അതിൻ്റെ 2 വശങ്ങളിലായിട്ട് നമ്മളൊരു ലീഫ് ഡിസൈന് പോലെ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും ഇതുപോലെ ഒന്ന് ചെരിച്ച് ഒരു വി ഷേപ്പിൽ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫ്ലവർ ഡിസൈനിലും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടി ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വശത്തു കൂടി ഞാനെങ്കിൽ ഒരു ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ അതാ ഈ ഒരു ഫ്ലവറും ചെയ്തു. ഇനി തൊട്ടടുത്ത് കാണുന്ന അടുത്ത ഫ്ലവറിലും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചിട്ട് ഒന്ന് ചെരിച്ച് കൊടുത്തിട്ട് വെറുതെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ നോർമൽ നീഡിലും ത്രെഡും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ആരി വർക്ക് നല്ല എക്സ്പേർട്ട് ആണെങ്കിൽ ഈ ഒരു വർക്കും ഇതൊക്കെ ആരി വർക്ക് ചെയ്യുന്ന നീഡിൽ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്.
പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഈ ഒരു നീഡിലും ത്രെഡും ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു 2 ഡിസൈൻസും ഇതുപോലെ ചെയ്തു. അതിനുശേഷം ഞാൻ ചെയ്തിട്ടുള്ള ലാസ്റ്റ് വർക്കിൽ നമ്മുടെ സർദൂസി വെച്ചിട്ടാണ് ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് തൊട്ട് മുകളിൽ വരുന്ന വർക്കിൽ ഇനി ഞാൻ നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഇല്ലേ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുന്തൻ സ്റ്റോൺ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. അതൊരു ഐ പോലെയുള്ള ഒരു ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ്. അതായത് ഐ എന്ന് പറയാം, അല്ലെങ്കിൽ ലീഫ് പോലെ അങ്ങനെ ഉള്ളൊരു കുന്തൻ സ്റ്റോൺ ആണ് ഞാനിവിടെ വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം തൊട്ട് മുകളിൽ വരുന്ന ആ ഒരു ഫ്ലവർ ഡിസൈനിൽ നമ്മൾ സർദോസിയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സർദോസി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മെഹന്തി ഷെയ്ഡിലുള്ള സർദോസിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. വീഡിയോയിൽ അത്രയ്ക്ക് ക്ലിയർ ഇല്ലെങ്കിലും പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ലീഫിൻ്റെ ഷേപ്പ് വരുന്ന അത്രയും ലെങ്ത്തിൽ വേണം നമ്മൾ ഈ ഒരു സർദോസി കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ചെറുതും വേണം വലുതും വേണം. കാരണം ആ ലീഫിൻ്റെ ഉള്ളിൽ ഒരു പീസ് കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ചെറിയൊരു പീസ് കൂടി ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഫ്ലവറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഏറ്റവും വലിയ എന്താ പറയുക സർദോസി കട്ട് ചെയ്ത് എടുത്തു. അതിനുശേഷം നീഡിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഒന്ന് പതുക്കെ വലിച്ച് താഴത്തേക്ക് ഇറക്കണം കേട്ടോ. എന്താന്ന് വെച്ചാലേ ഇത് ഒരു നൂലല്ലേ, പെട്ടെന്ന് എവിടെയെങ്കിലും ഉടക്കി കഴിഞ്ഞാൽ ഇത് അങ്ങനെ നീണ്ടു വരും. പിന്നെ അത് നമുക്ക് അതും കൊണ്ടൊരു ഉപയോഗം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം സർദോസിയൊക്കെ ചെയ്യാനായിട്ട്. നല്ല പതുക്കെ ക്ഷമയോടുകൂടി പതുക്കെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ കുത്തിയെടുത്തത് അവിടെ തന്നെ അതുപോലെ ഒന്ന് കുത്തി ഇറക്കി കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ നേരെ മുകളിലായിട്ട് ആ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പുറത്തുനിന്ന് എടുത്തിട്ട് ഉള്ളിലോട്ടായിട്ട് ഒന്ന് സൂചി കുത്തി ഇറക്കി കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു നോട്ടായിട്ട് നമുക്ക് കിട്ടും. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങില്ല. അതിനുശേഷം നമ്മൾ ഈ ഒരു ഉള്ളിലായിട്ട് ഈ ഒരു ചെറിയ സർദോസി കൂടി ഒന്ന് കോർത്തിട്ട് നേരെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ലീഫ് ഡിസൈൻ പോലെ അവിടെയും കിട്ടും കേട്ടോ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള ഡിസൈനൊക്കെ ഇതേപോലെ തന്നെ. ഇനി തൊട്ട് മുകളിൽ കാണുന്ന ബുട്ടാസിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. അതിന് തൊട്ട് മുകളിൽ വീണ്ടും ഇതേപോലെ സർദോസി വെച്ചിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. അങ്ങനെ ഈ ഒരു ലൈൻ നമുക്ക് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ സർദോസി കട്ട് ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇവിടെ ചെറിയ ലീഫുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നുകൂടി വലുത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വലുതായിട്ട് കട്ട് ചെയ്യാം. അതല്ല ചെറുതാണ്, ഇതിലും ചെറുതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഏകദേശം എൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ അനുസരിച്ചിട്ടുള്ള വലുപ്പത്തിലാണ് ഞാനിവിടെ സർദോസി കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സർദോസിയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും കേട്ടോ. ഇപ്പം 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ സർദോസി വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആവും. കാരണം ഈ പറഞ്ഞൊരു രീതിയാണ്. അതായത് അത് എവിടെയെങ്കിലും ഒന്ന് ഉടക്കി കഴിഞ്ഞാൽ ഒരു നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞു വരും. പിന്നെ നമുക്ക് ആ ഒരു സർദോസി കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു വർക്കൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട്. പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് കൂടിയാണ് കേട്ടോ ഇത്. ഈ സർദോസി വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് നല്ല ഭംഗിയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ഒരു സർദോസി വെച്ചിട്ടുള്ള വർക്കുകൾ പൊതുവെ എനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്താലും നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ഡ്രസ്സ് ഈ ഒരു ഇതിൽ ഉടക്കി കഴിഞ്ഞാൽ ഈ സർദോസി ഇതേപോലെ ഇങ്ങനെ പോരും. പിന്നെ ചെയ്തത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ഒരു കുഴപ്പം കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അധികം എൻ്റെ വർക്കുകളിലൊന്നും ഇങ്ങനെ ഈ സർദോസി വെച്ചിട്ട് ചെയ്യാറില്ല. പക്ഷേ കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തല്ലേ പറ്റൂ.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഞാൻ ഓരോ കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ട് ഷേപ്പിലുള്ള സ്മാൾ സൈസിലുള്ള കുന്തൻ സ്റ്റോണുകളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ അത് ഈ ഒരു കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇതൊരു പെൻ സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു വാക്സ് നമ്മൾ അതിൽ ഒന്ന് മുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ഈ സ്റ്റോണുകളൊക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. പെട്ടെന്ന് പണിക്ക് തീരും കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളിതൊന്നും വാങ്ങിക്കാത്തവരാണെങ്കിൽ അതൊന്ന് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കണേ, നല്ലതാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ 60 രൂപയായിട്ടോ എനിക്ക്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാക്സും കിട്ടും, ഈ ഒരു പെന്നും കിട്ടും, അങ്ങനെയാണ്. അപ്പോൾ അതിന് എനിക്ക് 60 രൂപയായിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ റേറ്റ് കുറവാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ മീഷോയിലോ അങ്ങനെയൊക്കെ നമ്മൾ ഈ ഓരോ ഓൺലൈൻ ആപ്പ് വഴിയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമല്ലോ, അതിലൊക്കെ റേറ്റ് കുറവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ. ഞാനത് സംഭവം അങ്ങനെയൊന്നും ഓൺലൈനായിട്ട് വാങ്ങിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ. അങ്ങനെ നമുക്ക് ഈ ഒരു വർക്ക് ഇനി മൊത്തത്തിൽ ഫുള്ളൊന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക, നമ്മുടെ നെക്ക് കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്കും ഇതേപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, 2 ലെയർ കട്ട് ബീഡ്സ് കൊണ്ട് കൊടുത്തു, പിന്നെ ഒരു ലെയർ ആ പേൾ ബീഡ്സും ഗോൾഡൻ ബീഡ്സും കൊണ്ട് ഒരു ലെയർ കൊടുത്തു. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു വർക്ക് നെക്കിൽ അതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നെക്കും ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് സ്ലീവിൽ ബാക്കി ചെയ്തെടുത്തിട്ടുള്ളത്. സ്ലീവ് ഞാൻ ഇതേപോലെ ഒരു ബോർഡർ ഡിസൈൻ പോലെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ നമ്മുടെ നെക്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നേരത്തെ നമ്മൾ കൊടുത്ത ആ ഒരു ചെറിയ കുന്തൻ സ്റ്റോൺ ഇതിലും കൊടുക്കുകയാണേ. അപ്പോൾ ഒന്നുകൂടി ഭംഗിയിൽ നമുക്കത് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വർക്ക് സ്ലീവിലും ഉള്ളത് കൊണ്ടാണ് നമ്മൾ നെക്കിൽ ചെയ്തത് കാണിക്കാതിരിക്കുന്നത്. അതായത് ഫുൾ ഇതേ വർക്ക് തന്നെയാണല്ലോ നമ്മൾ സ്ലീവിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ബാക്കി മുകളിലും ഞാൻ ഇതേ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ്, കണ്ടില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ആ ഒരു ബുട്ടാസ്, അതായത് നമ്മൾ ലീഫ് സർദോസിയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈനും സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് വീണ്ടും ഇതേപോലെ ഒരു ലൈന് കൂടി ആ ഒരു വർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മറ്റേ വർക്ക് തന്നെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഒരു ഡിസൈനിൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇനി വർക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുന്തൻ സ്റ്റോൺ ഉപയോഗിച്ചെടുത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സീക്വൻസോ അല്ലെങ്കിൽ ഇതേപോലെ പല കളറിലുള്ള ബീഡ്സുകൾ കിട്ടുമല്ലോ, അത് വെച്ച് കൊടുക്കാം, എല്ലാം ചെയ്യാം. പിന്നെ ഇത് ഈ ഒരു എന്താ പറയുക, സർദോസി വേണ്ട എന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് കൊണ്ടും ഇതുപോലെ ഒരു ലീഫ് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇതാ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നെക്ക് നോക്കൂ, കാണാനായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലീവും നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അത് ഒരേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഓരോ സ്പ്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിൽ കൊടുത്ത അതേ ഡിസൈൻ തന്നെയാണ് നമ്മൾ സ്ലീവിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അതേപോലെ കമൻ്റൊക്കെ ഒന്ന് പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.